right place for bright stay. Grace Residency, Tharepalam, Thiru. Contact 04942 08200 9061 08200. നമ്മുടെ തൃശ്ശൂർ പൊന്നാനി കോൾപ്പടവ് 13,362 ഹെക്ടർ കൃഷിഭൂമിയാണ്. ഈ കൃഷിഭൂമിയിൽ നമുക്ക് ഒറ്റവിളയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിന് ആ ഒറ്റവിള എടുക്കുന്നതിന് നിരവധി കെട്ടുകളാണ് ഇതിനകത്തുള്ളത്. 165ഓളം പാടശേഖര സമിതികളുണ്ട്. അപ്പൊ ഈ കെട്ടുകള് ഇവിടെ നിരന്തരമായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ കടുക്കുഴി പൊട്ടി, ഇപ്പൊ കഴിഞ്ഞ 4 ദിവസം മുമ്പ് വാവേർ ബണ്ട് പൊട്ടി, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ തെക്കേക്കടവ് ബണ്ട് പൊട്ടി, തെക്കേക്കെട്ട് ബണ്ട് പൊട്ടി. അപ്പൊ നിരന്തരമായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ഒറ്റപ്പെട്ട സംഭവമല്ല. പക്ഷെ ഇതിന് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമുക്ക് ഇവിടെ ഉൽപാദനം ക്ഷമത വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഈ കൃഷി ഇറക്കുന്നവർക്ക് ജലസേചനം, ബണ്ട് നിർമ്മാണം, ഇലക്ട്രിഫിക്കേഷൻ, ട്രാൻസ്ഫോമർ, പമ്പ് സെറ്റ്, പെട്ടിമ്പറകള്, തറകെട്ടൽ, ബണ്ട് കെട്ടൽ, ഇതിനൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. വേൾഡ് ബാങ്കിൽ നിന്ന് 300 കോടി രൂപ 2020 18/5/2020 ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ആ പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഒരു കർഷകനും ഇന്ന് കണ്ണീര് വരേണ്ട സാഹചര്യമില്ല. ഇപ്പോ ഇവിടെ ഈ തെക്കേക്കടവ് കെട്ടില് 120 ഏക്കർ ഭൂമി, ഈ 120 ഏക്കർ ഭൂമിയിലും നടൽ കഴിഞ്ഞു. മാത്രമല്ല 20 ഏക്കറോളം ഭൂമിയിൽ ഞാറ് നട്ടിരിക്കുകയാണ്, മറ്റു പാടശേഖരങ്ങളിലേക്ക് അവിടെ നടിയിൽ നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ 1 ഏക്കറക്ക് ഏതാണ്ട് 20,000 രൂപയിലധികം ചെലവാണ് 1 ഏക്കറക്ക് വരുന്നത് കർഷകന്. അത്രയും നഷ്ടം വരുത്തിയത് ഇതിന്റെ കാരണക്കാർ ഒന്നാമത്തെ കക്ഷി KLDC ആണ്. അതുകൊണ്ട് KLDC ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാക്കണം. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഓരോ പ്രൊജക്റ്റും ഇപ്പൊ 100 അടി തോടുമായി ബന്ധപ്പെട്ട വിഷയത്തില് 429ഓളം കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. 53,36,00,000 രൂപ നബാർഡ് വായ്പയുണ്ട്. PC ചാക്കോ MP ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ MP ഫണ്ടിൽ നിന്ന് തന്നെ അന്ന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം MP ആയിരിക്കുന്ന സമയത്ത് ഇതിന് മുൻകൈ എടുത്തുകൊണ്ടിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ കാർഷിക പ്രശ്നത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഈ വിഷയത്തില് 298.68 കോടി രൂപ ഈ ഓരോ പ്രൊജക്ടിനും ഫണ്ട് നീക്കി വെച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തനം കഴിഞ്ഞ 5 വർഷമായി നടന്നു വരികയാണ്. എന്നാൽ ഈ രംഗത്തൊന്നും തന്നെ ഇതിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം നടന്നിട്ടില്ല. ബണ്ട് നിർമ്മാണം കാര്യക്ഷമമായി നടന്നിട്ടില്ല. തറകെട്ടൽ കാര്യക്ഷമമായി നടന്നിട്ടില്ല. എല്ലാ രംഗത്തും വലിയ അഴിമതിയാണ് ഈ രംഗത്ത് നടന്നിട്ടുള്ളത്. കോടികളുടെ അഴിമതിയാണ് ഓരോ പ്രൊജക്റ്റിലും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ 100 അടി തോടുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതോടൊപ്പം തന്നെ ഈ 300 കോടി രൂപ വേൾഡ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയിൽ അഴിമതിയെക്കുറിച്ചും ഈ 2 വിഷയത്തെക്കുറിച്ചും സമഗ്രമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് BJP ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കർഷകർക്ക് 20,000 രൂപയാണ് ഇവിടെ 1 ഏക്കറിന് ഇപ്പോ നഷ്ടം വന്നിരിക്കുന്നത്. അവർക്ക് അവരുടെ എല്ലാ പ്രവർത്തനവും കഴിഞ്ഞു.
ഇനി അവർക്ക് ഇത് പിന്നെ വളമിട്ട് കൊയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന അതിന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞു. നടീൽ നടത്തുന്നതാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം. വെള്ളം പമ്പ് ചെയ്ത് അദ്ദേഹം അവിടെ നടീൽ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അതിലെ പകുതി പണി കഴിഞ്ഞു. അപ്പൊ 20,000 രൂപയോളം നഷ്ടം ഒരു കർഷകന് ഒരു ഏക്കറയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് അടിയന്തരമായി സർക്കാർ അനുവദിക്കണം. കൃഷി വകുപ്പ് അടിയന്തരമായി ഓരോ കർഷകനും ഇതിന്റെ ചെലവഴിച്ച തുക അടിയന്തരമായി അനുവദിക്കണം എന്ന് മാത്രമല്ല, അടിയന്തരമായി കൃഷി ഇറക്കാനുള്ള ഇവിടെ ബണ്ട് നിർമ്മാണം നടത്തണം. അടിയന്തരമായി നടത്തണം. എന്തുകൊണ്ട് ഇത്രയും വൈകി പോകുന്നു? ഇപ്പൊ ഇന്നലെ പൊട്ടി, ഇന്നലെ തന്നെ പ്രവർത്തനം ആരംഭിക്കാമല്ലോ, അതിനുള്ള ഫണ്ട് ഉണ്ടല്ലോ. അപ്പൊ അതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും കർഷകരോട് ക്രൂരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. നമുക്ക് നെല്ലുൽപാദന രംഗത്ത് ഇപ്പൊ കേരളം രൂപീകരിക്കുന്ന സമയത്ത് 55 ലക്ഷം ഹെക്ടർ ഭൂമിയാ. ഇന്ന് വെറും 10 ലക്ഷം ഹെക്ടർ ഭൂമിയിൽ താഴെയായി മാറിയിരിക്കുന്നു. കാരണം കൃഷി ഇറക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല. കാർഷിക മേഖലയിലേക്ക് ആളുകൾ വരാൻ തയ്യാറാകുന്നില്ല. അത് വരാൻ തയ്യാറാകാത്തത് കർഷകനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടല്ല സ്വീകരിക്കുന്നത്, നിരുത്സാഹപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കർഷകൻ നഷ്ടം സഹിച്ചും കൃഷി ചെയ്യുന്നത് അവന്റെ പരമ്പരാഗത തൊഴിലെന്ന നിലക്ക് ഈ കൃഷിഭൂമി വെറുതെ ഇടണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കൃഷി ഇറക്കുന്നത് ലാഭം കൊണ്ടല്ല, അത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി കൂടിയാണ് ഈ കർഷകൻ പ്രവർത്തിക്കുന്നത്. അത് സർക്കാർ പരിഗണിക്കണം. അടിയന്തരമായി കൃഷി വകുപ്പ് മന്ത്രി സ്ഥലം സന്ദർശിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. The right place for bright stay. Grace Residency, Tharepalam, Thiru. Contact 04942 08200 9061 08200.